അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ മാങ്ങിഞ്ചി എന്ന് പറയില്ലേ, കേട്ടിട്ടില്ലേ എല്ലാവരും? അതാണിത്. അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ വിത്ത് കിഴങ്ങ് തന്നപ്പോൾ ഞാൻ നട്ട് വെച്ചതാണ് ഇതിൽ. അപ്പോൾ ഇത് ഒരുപാട് തൈകൾ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് പൊട്ടി കുറച്ച് തൈകളൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറിച്ച് നടണം. ഞാനിത് നടാൻ പറ്റിയിട്ടില്ല, മഴ കാരണം കൊണ്ട് പറ്റാത്ത കാരണം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് വേറെ ആയിട്ട് പറിച്ച് നടണതും നട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ആ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം. ഇത് നമുക്ക് വളരെയധികം ഗുണപ്രദമായതാണ്. എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി അരക്കാനും അച്ചാറിടാനും ഒക്കെ പറ്റണതാണല്ലോ. ഒരുവിധം പേർക്കൊക്കെ അറിയണതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാങ്ങഞ്ചിര എവിടുന്നേലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു കീടബാധയൊന്നും വരില്ല, സുഖമായിട്ട് വളർത്താം നമുക്ക്. പിന്നെ എന്താ, വെള്ളം കൂടുതൽ പാടില്ല. ഞാനിത് റേറ്റ് വെച്ചിട്ടാണ് ഇതിനെ മുളപ്പിച്ചെടുത്തത്. എന്നിട്ട് ഇത്രത്തോളം വലുതായപ്പോൾ ഇവിടേക്ക് ഇറക്കി വെച്ചതാണ്. മഴ ഒക്കെ കുഴപ്പമില്ല, മഴ പെയ്താലും വെള്ളം കൂടുതൽ അങ്ങനെ ഇതിൽ വരില്ല. അടിയിൽ ഹോളുണ്ടല്ലോ ഗ്രോ ബാഗിൻ്റെ, അത് കാരണം കൊണ്ട് വെള്ളം വാർന്ന് പോയിക്കോളും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.